അസ്വസ്ഥതകളെ ലോകത്ത് പടച്ചു വിടുക, അതിനോടൊപ്പം തന്നെ ആയുധക്കച്ചവടം നടത്തുക. ഇതാണ് കാലങ്ങൾ എത്രയായിട്ടും സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇത്രമേൽ അസമാധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു രാജ്യം വേറുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും നല്ല ഒരു രാജ്യമെന്നൊക്കെ പറയുന്ന അമേരിക്ക തന്നെയാണ്. ഒരു അർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നതിന് പകരം ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏപ്പിൽ വീഴുന്ന രീതിക്കുള്ള പ്രയോഗം തന്നെയാണ്. അബദ്ധവശാൽ അതാരും ചെയ്യുന്നില്ല എന്ന് മാത്രം. ന്യായമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യും. എന്താണെങ്കിലും ക്രിസ്ത്യൻ തീവ്രവാദികളുടെ വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ വെനിസ്വേല അനാഥമായിരിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഉന്നതനായിട്ടുള്ള ആദ്യത്തെ ഒന്നാം പൗരനെ എടുത്തു കൊണ്ടുപോയിട്ടിരിക്കുന്നു. ആരാ ചെയ്തത്? ക്രിസ്ത്യൻ തീവ്രവാദികൾ. അപ്പോൾ ഏതാ ക്രിസ്ത്യൻ്റെ രാജ്യം? അമേരിക്ക. അങ്ങനെ അർത്ഥങ്ങൾ വെക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും ലോകത്തിന് സമാധാനക്കേട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വരുന്നത് ഏതാളാണെന്നുള്ളത്. അമേരിക്ക എന്ന് പറയുന്ന നാടിനെ മാറ്റി നിർത്തിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം ഇസ്രായേൽ, ജൂതന്മാരുടെ കാര്യം അതിലേക്കാൾ രസകരമാണ്. ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു വാർത്ത ഉണ്ട്. ഇറാനിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതകൾക്കിടയിൽ വെസ്റ്റ് ബാങ്ക്, അതുപോലെ ലബനാൻ, അത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈജിപ്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നടത്താൻ വേണ്ടി, ഓപ്പറേഷൻ നടത്താൻ വേണ്ടി IDF-ന് ഉത്തരവിട്ടിരിക്കുന്നു. ഈജിപ്തും ഇവരും തമ്മിലുള്ള നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം ഈജിപ്തിൻ്റെ പേരുകൂടി പട്ടികയിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും നേരത്തെ നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ്. അല്ലാതെ ഇത്രയും അടുത്ത് അവരോടൊന്നിച്ചു ചേർന്ന് അഥവാ റഫ അതിർത്തികളൊക്കെ അടക്കാൻ പറയുമ്പോഴേക്ക് അടച്ച് സഹകരിച്ചു കൊടുത്ത ഈ ഈജിപ്തിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു പട്ടികയിലേക്ക് ചേർക്കുന്നത്? അവരെ കൂടെ നിന്നവരും വഴിയാധാരാകും. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈജിപ്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഹിസ്ബുള്ളയുടെ ഒരു സാന്നിധ്യം കൊണ്ട് ലബനാൻ ഏറെക്കുറെ അവർ കുറേ കൂടുതൽ പേജർ പൊട്ടിത്തെറികളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞതാണ്. എന്നിട്ടും ഈ ഈജിപ്തിന് എന്തുകൊണ്ട് ചേർക്കുന്നു എന്ന് ചോദിക്കുമ്പം ഇത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് പോലും ഒരു അറിവ് കിട്ടാൻ അല്ലെങ്കിൽ അവരൊന്ന് ബോധേഡാകാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിൽ ഏറ്റവും തൊട്ട് കിടക്കുന്ന ഈജിപ്തിനെ കൂടി ഞങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നു. അപ്പുറത്ത് മെക്സിക്കോ, അതുപോലെ കൊളംബിയ, ക്യൂബ, തികച്ചും ഞാനിതാ പിടിക്കുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ട്രംപാണ് നടത്തുന്നത്. ഇപ്പുറത്ത് സൊമാലിലാൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഈജിപ്ത് ഏറ്റെടുക്കാൻ പോകുന്നു, ലബനാൻ ഏറ്റെടുക്കാൻ പോകുന്നു. വെസ്റ്റ് ബാങ്ക് ഓൾറെഡി അവർ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി ഉറപ്പിക്കാനായിരിക്കാം ആ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് എന്നിട്ട് പറയുന്നതെന്നറിയാം? ആയുധങ്ങളും ബഹിരാകാശ അധിഷ്ഠിത ആയുധങ്ങളും ടെഹ്റാനിൽ സാധ്യമായ അക്രമങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൈനിക വിപുലീകരണങ്ങളും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മൊസാദ് പ്രകടനങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രദേശത്തുള്ളവർക്ക് നേരത്തെ ജീവൻ വേണമെങ്കിൽ പോകാം, ഇതല്ല പറയുന്നത്. പ്രദേശത്തുള്ള അഥവാ ലബനാൻ, ഈജിപ്ത്, ഇറാൻ്റെ പേര് അവർ പറയാതിരിക്കുന്നത് മറ്റൊരു മെഗാ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെച്ചതാണോ എന്തോ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്കുകളാണ് ലോകത്ത് നടക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും, ചൈനയും തായ്വാനും, അമേരിക്കയും വെനിസ്വേലയും, ക്യൂബയും മെക്സിക്കോവും, അതുപോലെ തന്നെ ബ്രൂണയും ഒക്കെ പിടിച്ചടക്കാൻ വേണ്ടി രണ്ട് ശക്തികൾ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലോകം 2026 ചരിത്രത്തിൽ വിശേഷിപ്പിക്കുക യുദ്ധക്കൊതി ആണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വർഷം എന്നുള്ളതാണ്. കാരണം 1-ാം തീയതി സൊമാലിലാൻഡ് പിടിച്ചെടുത്ത് കഴിഞ്ഞു, 2-ാം തീയതി 3-ാം തീയതി വെനിസ്വേല പിടിച്ചെടുത്ത് കഴിഞ്ഞു. ചെയ്യുന്നതൊക്കെ ഒക്കച്ചക്കന്മാരാണ് അല്ലെങ്കിൽ ഒക്കച്ചങ്ങായിമാരാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ ഭാവി എന്ത് എന്നതിലുപരി ഈ രാജ്യം അഥവാ ഇന്ത്യ എന്താണ്, ആരുടെ ഭാഗത്ത് നിൽക്കും? ഇസ്രായേലിനോട് നല്ല ബന്ധമാണ്, ഇറാനോടും ബന്ധമാണ്, റഷ്യയോടും ബന്ധമാണ്, എല്ലാത്തിനോടും ബന്ധമാണ്. പക്ഷേ ഇവരുടെ നയതന്ത്രപരമായിട്ടുള്ള ആ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾക്കിത് വായിച്ചാൽ തിരിയാത്തൊരു രൂപത്തിലൊക്കെയാണുള്ളത് പലതും. ഞാനത് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇത് വാങ്ങുന്നു, ഇവിടുത്തെ നിന്ന് അത് കയറ്റി അയക്കുന്നു, മറ്റിടത്ത് നിന്ന് ഇന്നതൊക്കെ കിട്ടുന്നു, പകരം ഇന്നത് കൊടുക്കുന്നു. സകല ലോകത്തിലും എല്ലാ ബന്ധങ്ങളുണ്ട്. പക്ഷേ ആവശ്യം വരുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മൊസാദിൻ്റെ പ്രകടനങ്ങളായിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വക ഈ ഇസ്രായേലി നെതന്യാഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ ഡൊണാൾഡ് ട്രംപ് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നെതന്യാഹു ട്രംപ് സിഗ്നൽ റെഡ് ലൈൻ ആഫ്റ്റർ വെനസ്വേല സ്ട്രൈക്ക്. ഇത് സംഭവം പറയുന്നത് ഈ രാജ്യങ്ങളോട് വെനസ്വേല എന്ന് പറയുന്നത് കഴിഞ്ഞു. അതോടുകൂടെ അടുത്ത ഒരു സെക്ഷനായിട്ട് വരുന്നത്
ലബനാനാണ്, അതോടൊപ്പം തന്നെ ഈജിപ്തുമാണ്. ഈജിപ്ത് ഇത്രമേൽ പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പം മിഡിൽ ഈസ്റ്റ് ആണോ ഇവരെ കണ്ണു നട്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോവുക. സൗദി വളരെ വലിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, UAE ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ആ ബന്ധത്തിനൊന്നും പ്രത്യേകിച്ചൊരു വില കൊടുക്കാത്തൊരു സമൂഹമായി പോകുന്നുണ്ടോ ഇവരെന്നുള്ളത് തോന്നിപ്പോവാണ്. കാരണം ഇത്രമേൽ അടിയറവ് പറഞ്ഞ് കഴിയുന്ന സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പോലും ഈജിപ്തിനെതിരെ ഇസ്രായേൽ തിരിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമുള്ളത്? എപ്പോൾ വേണമെങ്കിലും അവർ ന്യായം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാണ്. നാർക്കോട്ടിക് എന്ന് പറയുന്ന പുതിയ യുദ്ധതന്ത്രമാണ് വെനിസ്വേലയിൽ പയറ്റിയത്. മറ്റിടത്ത് അണുബോംബായിരുന്നു, ഇറാനിലിപ്പോൾ അണുബോംബാണ്, അല്ലെങ്കിൽ അണുവായുധങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ ഇവർക്ക് ആവശ്യമുള്ളതിനെ കണ്ടെത്താനും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പേര് ചാർത്തിക്കൊടുത്ത് വലിയ ഒരു പ്രതികയായിട്ട് അവനെ ചിത്രീകരിച്ച് ലോകത്തൊന്നുമല്ലാതാക്കി അവരെ വെട്ടിപ്പിടിക്കുന്ന രീതി ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ ആരംഭിച്ചു, ഇന്ന് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈജിപ്തിൻ്റെ ഉറക്കം കിടത്തുന്ന ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇസ്രായേൽ ഈജിപ്തിനെതിരെ തിരിയുന്നു എന്ന് പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ ആളുകൾ എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. നമ്മളിതിനെ നോക്കിക്കാണുന്നത് ഒരൊറ്റ ഒരു ആംഗിളിലാണ്. ഈജിപ്ത് ഇവർക്ക് അഥവാ അവർ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം പോലെ യുദ്ധത്തിനൊന്നും പോകണ്ട, അങ്ങ് പോരിയെന്ന് പറഞ്ഞാൽ പോരുന്ന സൈസാണ് ഈജിപ്ത്. അത് കണ്ട് ഈജിപ്ത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സൗദി അങ്ങോട്ട് പോകേണ്ടി വരും, UAE അങ്ങോട്ട് പോകേണ്ടി വരും. രക്തപങ്കിലമല്ലാത്തൊരു യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താനായിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ ഇതോടുകൂടെ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തന്നെയാണ് അനിവാര്യമെന്ന് പറയുന്നു. യുദ്ധത്തിന് അല്ലാതെ മറ്റൊന്നും മാർഗമില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റ് അതിലെങ്ങാനും ഇസ്രായേൽ ജയിക്കുകയാണെങ്കിൽ അവിടെയും കലുഷിതമല്ലാത്ത ഒരു വിജയം ഇസ്രായേലും അമേരിക്കയും നേടിയെടുക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തി ലോകത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാ അലയൊലികളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ലോകമെമ്പാടും ശക്തി തെളിയിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ശക്തി തെളിയിക്കുന്നതിൽ ആദ്യം ആരാണോ അണുവായുധം ഉപയോഗിക്കുന്നത് അവർ വിജയിക്കുന്നു. ബാക്കിയുള്ളത് പട്ടിയും മടക്കി മാളത്തിൽ ഒളിക്കുന്നു. അതോടുകൂടെ ലോക പോലീസായി വീണ്ടും ആ രാജ്യം തിരഞ്ഞെടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടാൻ നിർബന്ധിതരാകുന്നു. ഇങ്ങനെയൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വർക്കൗട്ടാകുന്നത്. പേടിക്കാനുള്ളത് ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ പേടിക്കേണ്ട, ജാഗ്രത മതി. സത്യത്തിൽ ജാഗ്രതയും ഒരു തരം പേടി തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈജിപ്തിൻ്റെ കിളി പോയ മട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈജിപ്ത് നമുക്കെല്ലാം സങ്കടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. റഫ അതിർത്തികൾ അടക്കണമെന്ന് പറഞ്ഞാൽ അടക്കും, തുറക്കണമെന്ന് അവർ പറയുന്നത് വരെ തുറക്കാതിരിക്കും. ഈ ഒരവസ്ഥ ആ പട്ടിണി പാവങ്ങളെ ചുട്ടുകരിക്കുന്നതിലും പട്ടിണിക്കിട്ട് കൊല്ലുന്നതിലും ഈജിപ്തിന് വലിയ പങ്കുണ്ട്. ഒരു പക്ഷേ അങ്ങനെ തന്നെ അതിൻ്റെ ശിക്ഷ കിട്ടാൻ ശത്രു എന്നല്ല മിത്രത്തിൻ്റെ കൈകൊണ്ട് തന്നെ കിട്ടാനുള്ള ഗതികേട് പോലേക്ക് ഉണ്ടായേക്കാം. എന്താണെങ്കിലും ഈജിപ്തിനെതിരെ തിരിയുന്നു. ഹിസ്ബുള്ളക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ഒരു പ്രസക്തിയുള്ള വാർത്തയല്ല. ഈജിപ്ത് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇറാൻ്റെ വിഷയം അതേ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം.